രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ ദിനം കേരളവും വിദർഭയും ഒപ്പത്തിനൊപ്പം. ഒന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന നിലയിലാണ് വിദർഭ. ആതിഥേയർക്കായി ഡാനിഷ് മലേവാർ സെഞ്ചുറി നേടി. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് കടക്കണം. അതിലേക്ക് രഞ്ജി ട്രോഫി ഫൈനലിന്റെ ആദ്യ ദിനം കേരളവും വിദർഭയും കൊണ്ടും കൊടുത്തും ഒപ്പത്തിനൊപ്പം എന്ന അവസ്ഥയിലാണ് ഇന്ന് മത്സരം തുടങ്ങിയത്. കേരളത്തിന്റെ വഴിക്കായിരുന്നു. തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് എടുത്ത കരുത്തരായ വിദർഭയെ ഒന്ന് വിറപ്പിക്കാൻ കേരളത്തിനായി. 24 റൺസ് എടുക്കുന്നതിനിടെ അവരുടെ 3 പ്രധാനപ്പെട്ട ബാറ്റർമാരെയൊക്കെ തന്നെ അവർക്ക് നഷ്ടമായി. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് വെച്ചത്. പക്ഷെ അതിനുശേഷം വന്ന ഡാനിഷ് മലേവാറും ഒപ്പം തന്നെ മലയാളിയായിട്ടുള്ള കരുൺ നായരും ചേർന്നാണ് കേരളത്തിൽ നിന്ന് മത്സരം കൊണ്ടുപോവുകയും വിദർഭയ്ക്ക് അനുകൂലമാക്കുന്ന തരത്തിലൊക്കെ തന്നെ മത്സരം കൊണ്ടുപോവുകയും ചെയ്തത്. ഈ 4-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 215 റൺസിന്റെ ശക്തമായ കൂട്ടുകെട്ടാണ് ഒരുക്കിയത്. മലേവാർ ഇപ്പോഴും 138 റൺസുമായി ക്രീസിലുണ്ട്. 86 റൺസ് എടുത്താണ് കരുൺ നായർ പുറത്തായത്. ആ ഒരു പുറത്താവലാണ് അവസാന നിമിഷം കേരളത്തിന് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നത്. ഒരു തകർപ്പൻ റണ്ണൌട്ടിലൂടെ രോഹൻ കുന്നുമ്മലാണ് കരുൺ നായരെ പുറത്താക്കിയത്. ഒരുപക്ഷെ ഒരു അനാവശ്യ റണ്ണിന് വേണ്ടി ഓടി കരുൺ നായറിന് വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സെഞ്ചുറി 14 റൺസ് അകലെ നഷ്ടമാവുകയായിരുന്നു. എന്തായാലും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ 4 വിക്കറ്റിന് 254 റൺസ് എന്ന നിലയിലാണ് ഒന്നാം ദിനം വിദർഭ അവസാനിക്കുന്നത്. നാളെ കേരളം വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. നാളെ അവരുടെ വിക്കറ്റുകളൊക്കെ തന്നെ ആദ്യ സെഷനിൽ വീഴ്ത്തി ഒരു 300-നോ 350-നോ ഉള്ളിൽ തന്നെ വിദർഭയെ എറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലീഡിലേക്കൊക്കെ തന്നെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു ചരിത്ര കിരീടം അല്ലെങ്കിൽ രഞ്ജി ട്രോഫിയിലെ ആദ്യ കിരീടം എന്ന മോഹത്തിന് കേരളത്തിന് വലിയ പോരാട്ടം കാഴ്ചവെച്ചേ മതിയാകൂ. കാരണം അവരുടെ വമ്പൻ ബാറ്റർമാർ, രാഷ്ട്രത്തോടക്കമുള്ള വമ്പൻ ബാറ്റർമാർ വരാനിരിക്കുന്നതേയുള്ളൂ. അവർക്കെതിരെ ഇന്ന് കിട്ടിയ ആ റണ്ണൌട്ടിൽ നിന്ന് കിട്ടിയ ഊർജം ഉപയോഗിച്ച് കേരളം തിരിച്ചു വന്നേ പറ്റൂ എന്ന അവസ്ഥയിലാണ്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷാജു ചാവശ്ശേരിക്കൊപ്പം അനിൽ വാസുദേവ്, 24.